ഇന്ന് നമ്മൾ വൈറ്റമിൻസ് എന്നുള്ളൊരു ഭാഗമാണ് നോക്കുന്നത്. ഇവിടെ ഞാൻ SCERT ഫാക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ PYQവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ചെറിയ അളവിൽ ആവശ്യമായ ഓർഗാനിക് സംയുക്തങ്ങളെയാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. സാധാരണ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആവശ്യമായ ചെറിയ അളവിലുള്ള, അത് ഓർക്കണം, ചെറിയ അളവിൽ മാത്രം മതി ശരീരത്തിന് വൈറ്റമിൻസ്. ഈ വൈറ്റമിൻ എന്നുള്ളൊരു ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് കാസിമിർ ഫങ്കാണ്. വൈറ്റമിൻ എന്നുള്ളൊരു ടേം കൊണ്ടുവന്നത് കാസിമിർ ഫങ്കാണ്. എന്നാൽ വൈറ്റമിൻ കണ്ടുപിടിച്ചതും ലുനിൻ അതുപോലെ തന്നെ ഫ്രെഡറിക് ഹോപ്കിൻ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് വൈറ്റമിൻ കണ്ടുപിടിച്ചത്. വൈറ്റമിൻ എന്നുള്ളൊരു ടേം കൊണ്ടുവന്നത് കാസിമിർ ഫങ്കും വൈറ്റമിൻ കണ്ടുപിടിച്ചതും ലുനിൻ ആൻഡ് ഫ്രെഡറിക് ഹോപ്കിനാണ്. ഓക്കെ, ഇനിയും രണ്ടു തരം വൈറ്റമിൻസ് ഉണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നതും ജലത്തിൽ ലയിക്കുന്നതും. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്നത് ADEK. നമുക്ക് തിരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കേഡ എന്ന് പറയാം, KEDA എന്നെഴുതാം. അപ്പം കൊഴുപ്പ് കേഡ എന്നുള്ളൊരു അർത്ഥത്തിൽ KEDA, വൈറ്റമിൻ K, വൈറ്റമിൻ E, വൈറ്റമിൻ D, വൈറ്റമിൻ A, അത് കൊഴുപ്പിൽ ലയിക്കുന്നതും. പിന്നെ വെള്ളത്തിൽ ലയിക്കുന്നതാണ് B കോംപ്ലക്സും Cയും. ഇപ്പം നമുക്കറിയാം C എന്ന് പറയുമ്പം നാരങ്ങ C ആണ്, വൈറ്റമിൻ C ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നവരാ. അപ്പോൾ എന്താ, അത് ജലത്തിൽ ലയിക്കുന്ന സാധനമാണ് വൈറ്റമിൻ C. നമ്മൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം അപ്പോൾ Cക്കും മുമ്പുള്ളത് വൈറ്റമിൻ B കോംപ്ലക്സും Cയും എന്താണ്, ജലത്തിൽ ലയിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഓരോരോ വൈറ്റമിനെ പറഞ്ഞു പോകാം. ആദ്യത്തേതാണ് വൈറ്റമിൻ A. വൈറ്റമിൻ എ റെറ്റിനോൾ എന്നാണ് പറയുന്നത്. റെറ്റിനോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ A. ഓക്കെ, വൈറ്റമിൻ എ മറ്റ് വിശേഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ വൈറ്റമിൻ, ബ്രൈറ്റ് ഐ വൈറ്റമിൻ, ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ, ആൻറ്റി സെറോഫ്താൽമിക് വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ A ആണ്. വിഷൻ വൈറ്റമിൻ, ബ്രൈറ്റ് ഐ വൈറ്റമിൻ, ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ, ആൻറ്റി സെറോഫ്താൽമിക് വൈറ്റമിൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ A ആണ്. ഓക്കെ, വൈറ്റമിൻ എയുടെ ആദ്യ രൂപം അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിനാണ്. വൈറ്റമിൻ എയുടെ ആദ്യ രൂപം അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിനാണ്. ബീറ്റാ കരോട്ടിൻ കാണപ്പെടുന്നത് പച്ചക്കറികളിലാണ്. ഓക്കെ, ബീറ്റാ കരോട്ടിൻ കാണപ്പെടുന്നത് പച്ചക്കറികളിലാണ്. ഇനി കരളിൽ സംഭരിക്കുന്ന വൈറ്റമിനാണ് A. ഈ വൈറ്റമിൻ A കരളിലാണ് സംഭരിക്കുന്നത്. കരളിൽ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് A ആണ്. കാഴ്ചയ്ക്കും ത്വക്കിനുമൊക്കെ വൈറ്റമിൻ എയുടെ ആവശ്യകതയുണ്ട്. ഓക്കെ, പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുട്ടികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ A. പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കൊപ്പം നമ്മൾ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുത്തിവയ്പ്പിന് ഹെൽത്ത് സെൻ്ററിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറിയാനൊക്കും, അവർക്ക് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് അവരുടെ വായിൽ വൈറ്റമിൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ A ആണ് കൊടുക്കുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുട്ടികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ A. വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റോഡ് കോശ ഘടകമാണ് റെറ്റിനാൽ. വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റോഡ് കോശ ഘടകമാണ് റെറ്റിനാൽ. നമ്മുടെ കണ്ണിലെ റെറ്റിന എന്നുള്ള ഭാഗത്ത് ഉള്ള രണ്ട് ടൈപ്പ് സെൽസ് ആണ്, റോഡ് സെൽസും കോൺ സെൽസും. ഈ റോഡ് സെല്ലിൽ റൊഡോപ്സിനിൽ ഓപ്സിനുമുണ്ട് റെറ്റിനാലുമുണ്ട്. ഈ റെറ്റിനാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റോഡ് കോശ ഘടകമായ റെറ്റിനാൽ. ഓക്കെ, റെറ്റിനയിൽ റോഡ് സെൽസും ഉണ്ട്, കോൺ സെൽസും ഉണ്ട്. ഈ റോഡ് സെല്ലിലെ റൊഡോപ്സിനിൽ ഓപ്സിനും ഉണ്ട്, റെറ്റിനാലും ഉണ്ട്. ഈ റെറ്റിനാൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ എയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ റോഡ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മങ്ങിയ പ്രകാശത്തിലുള്ള കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ് റോഡ് സെൽസ്. അപ്പം ഈ റെറ്റിനാലിന്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ വൈറ്റമിൻ A കുറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനാലിന്റെ ഉൽപ്പാദനത്തെ ബാധിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമുക്കുണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇവിടെ വിഷൻ വൈറ്റമിൻ, ബ്രൈറ്റ് ഐ വൈറ്റമിൻ, ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ, ആൻറ്റി സെറോഫ്താൽമിക് വൈറ്റമിൻ എന്നൊക്കെ പറഞ്ഞ് ഈ വൈറ്റമിൻ A നമ്മൾ വിശേഷണങ്ങൾ കൊടുത്തേക്കുന്നത്. കാരണം വൈറ്റമിൻ A കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ റെറ്റിനാൽ എന്നുള്ള ഘടകത്തിന്റെ ഉൽപ്പാദനത്തെ ബാധിക്കും, അത് കാഴ്ചയെയും ബാധിക്കും. ഇനിയും ഈ വൈറ്റമിൻ എയുടെ ഉറവിടം നോക്കിക്കഴിഞ്ഞാൽ മത്സ്യ എണ്ണ, മുട്ട, പാല്, ക്യാരറ്റ്, ചീര, പയറില, കരള്, ഇതിലൊക്കെ ആണ് വൈറ്റമിൻ എ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനിയും അപര്യാപ്ത രോഗങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. ഇതിന്റെ മറ്റൊരു പേരാണ് മാലക്കണ്ണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ്. സിറോഫ്താൽമി അല്ലെങ്കിൽ ഡ്രൈ ഐസ്. സിറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനകത്ത് ഫ്ലൂയിഡ് എല്ലാം കൂടെ വറ്റി വരണ്ടിട്ട് അതൊരു അതാര്യമായിട്ട് ഉള്ളൊരു രീതിയിലാവുന്നതാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്, അഥവാ ഡ്രൈ ഐസ് എന്ന് പറയും. പിന്നെ കെരട്ടോമലസിയൊക്കെ. അപ്പം നൈറ്റ് ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ, കെരട്ടോമലൈസ്.
അടുത്ത പോയിന്റ് നോക്കുവാണെങ്കിൽ വൈറ്റമിൻ എ അടങ്ങിയ ജനിതക എഞ്ചിനീയറിംഗിൽ കൂടി ഉണ്ടാക്കിയെടുത്ത റൈസാണ് ഗോൾഡൻ റൈസ്. ഓക്കെ, ജനിതക എഞ്ചിനീയറിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗിൽ കൂടെ ഒരു അരി അഥവാ ഒരു റൈസ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തിൽ വൈറ്റമിൻ എ ഉണ്ടായിരുന്നു. ആ അരിയുടെ പേരാണ് ഗോൾഡൻ റൈസ്. അതിനൊരു ബ്രൗണിഷ് കളറാണ്, അതുകൊണ്ട് തന്നെ ഗോൾഡൻ റൈസ് എന്നാണ് പറയുന്നത്. നേത്ര ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കോർണിയ അതാര്യമായി കാഴ്ച നഷ്ടപ്പെടുന്നതാണ് സിറോഫ്താൽമിയ. ഓക്കെ, നേത്ര ലെൻസ് അതാര്യമാകുന്നതാണ് തിമിരമെങ്കിൽ കോർണിയ അതാര്യമായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്നതാണ് സിറോഫ്താൽമിയ. ഇത് നമ്മൾ തിമിരത്തിന്റെയും സിറോഫ്താൽമിയുടെയും തമ്മിലെ വ്യത്യാസം എന്താണെന്ന് നോക്കിയതാണ്. അടുത്തതാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി അതിനെ കാൽസിഫെറോൾ എന്നാണ് പറയുന്നത്. കാൽസിഫെറോൾ, വൈറ്റമിൻ ഡി, കാൽസിഫെറോൾ. എല്ലിനും പല്ലിനും വൈറ്റമിൻ ഡി ആണ് ആവശ്യം. എല്ലിനും പല്ലിനും വൈറ്റമിൻ ഡി ആണ് ആവശ്യം. കാൽസിഫെറോൾ പേരിൽ തന്നെയുണ്ട്. കാൽസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, അതാണ് കാൽസിഫെറോൾ. കാൽസ്യം ഫോസ്ഫറസ് ആഗിരണത്തെ സഹായിക്കുന്നതാണ് കാൽസിഫെറോൾ. ഓക്കെ, ഇതിനെ സൺഷൈൻ വിറ്റമിൻ എന്നും സ്റ്റെറോയിഡ് വിറ്റമിൻ എന്നും പറയുന്നുണ്ട്. സൺഷൈൻ വൈറ്റമിൻ എന്നും സ്റ്റെറോയിഡ് വൈറ്റമിൻ എന്നും വൈറ്റമിൻ ഡിയെ പറയുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് റേസ് സ്കിന്നിൽ വന്ന് പതിക്കുമല്ലോ. ആ സ്കിന്നിൽ വന്ന് പതിക്കുമ്പം സ്കിന്നിന്റെ താഴെ കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പിൽ നിന്ന് വൈറ്റമിൻ D3 ഉണ്ടാകും. വൈറ്റമിൻ D3 എന്താണെന്ന് ഇപ്പോൾ പറയാം. വൈറ്റമിൻ D3 ഉണ്ടാകും. ഈ വൈറ്റമിൻ D3 വൃക്കയിൽ ചെന്നിട്ട് അത് കാൽസിട്രയോളായിട്ട് മാറും. ഇതിന്റെ സോഴ്സ് നോക്കുമ്പോൾ മത്സ്യം, മുട്ട, പാലുൽപ്പന്നങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ സോഴ്സ്. നമുക്ക് ഈ വൈറ്റമിൻ ഡിയെ രണ്ടായിട്ട് തിരിക്കാം. വൈറ്റമിൻ D2 എന്നും വൈറ്റമിൻ D3 എന്നും തിരിക്കാം. ഈ വൈറ്റമിൻ D2 ആണ് എർഗോ കാൽസിഫെറോളും വൈറ്റമിൻ D3 ആണ് കോൾ കാൽസിഫെറോൾ അഥവാ കോളി കാൽസിഫെറോൾ. നമുക്ക് കോൾ കാൽസിഫെറോൾ എന്ന് പഠിക്കാം. വൈറ്റമിൻ D2 എർഗോ കാൽസിഫെറോളും വൈറ്റമിൻ D3 കോൾ കാൽസിഫെറോളും. വൈറ്റമിൻ ഡിയുടെ സജീവ രൂപമാണ് കാൽസിട്രയോൾ. ഇത് നിർമ്മിക്കുന്നത് വൃക്കയിലാണ്. ഇതാണ് നേരത്തെ പറഞ്ഞത്, സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിൽ വന്ന് പതിച്ചെന്ന് വെച്ചോ, നമ്മുടെ സ്കിന്നിൽ വന്ന് വീണ്. അപ്പോൾ സ്കിന്നിൽ എന്തുകൊണ്ട്, സ്കിന്നിന്റെ തൊട്ട് താഴെയായിട്ട് കൊഴുപ്പിരിപ്പുണ്ട്. ആ കൊഴുപ്പിൽ വൈറ്റമിൻ D3 അഥവാ കോൾ കാൽസിഫെറോൾ ആണ് രൂപപ്പെടുന്നത്. വൈറ്റമിൻ D3 ആകും. അത് വൃക്കയിൽ ചെന്നിട്ട് കാൽസിട്രയോൾ ആകും. കാൽസിട്രയോൾ എന്താണ്? വൈറ്റമിൻ ഡിയുടെ സജീവ രൂപമാണ് കാൽസിട്രയോൾ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ വരുന്നതാണ് റിക്കറ്റ്സ് അഥവാ കണരോഗം. മുതിർന്നവരിൽ വരുന്നത് ഓസ്റ്റിയോപോറസിസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാൽഷ്യത്തിന് 3 ഉപയോഗങ്ങളാണുള്ളത്. കാൽഷ്യം നമ്മുടെ ബോണിന് വേണം, പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണം, പിന്നെ കോൺട്രാക്ഷൻ ഓഫ് മസിൽസിന് വേണം, അഥവാ പേശി സങ്കോചത്തിന് കാൽസ്യം വേണം. അസ്ഥികൾക്കും ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും പിന്നെ പേശി സങ്കോചം അഥവാ കോൺട്രാക്ഷൻ ഓഫ് മസിൽസിനൊക്കെ കാൽസ്യം സഹായിക്കുന്നുണ്ട്. അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയെ നമുക്ക് ടോക്കോഫെറോൾ എന്നും പറയും. വൈറ്റമിൻ ഇ നമുക്ക് കണക്ട് ചെയ്യാൻ ടോക്കോഫെറോൾ എന്ന് പറയുന്നത് നല്ല ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എപ്പോഴും ചിരിച്ചുകൊണ്ട് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കത്തില്ലേ, നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ടോക്കോഫെറോളിനെ വൈറ്റമിൻ ഇ ആയിട്ട് കണക്ട് ചെയ്യാം. എപ്പോഴും ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ചിരിച്ചുകൊണ്ടിരിക്കും, എന്നും പറഞ്ഞായിരിക്കും ചിരിക്കുന്നത്. എങ്ങനെ വൈറ്റമിൻ ഇയെ ടോക്കോഫെറോൾ എന്ന് പറയുന്നുണ്ട്. വൈറ്റമിൻ ഇ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കും ഹൃദയത്തിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കും ഹൃദയത്തിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ചർമ്മത്തിന് തിളക്കവും ഈർപ്പവും നൽകുന്നുണ്ട് വൈറ്റമിൻ ഇ. ഓക്കെ, UV റേസിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് പറയുന്നത്. ഇതിനെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ കൂടാതെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എയ്സ് വൈറ്റമിൻ എ, സി, ഇ ആന്റി ഓക്സിഡൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻസ് ആണ് ACE. PYQ ആണ് ഓർത്തോണം. അതുപോലെ തന്നെ RBCയുടെ കോശസ്തര നിർമ്മാണത്തിനും അഥവാ സെൽ മെംബ്രെയിൻ, കോശസ്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ ആണ്. RBCയുടെ കോശസ്തര നിർമ്മാണത്തിനും വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. മലനിരകളിൽ പോകുന്ന പർവ്വതാരോഹകർക്ക് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ വരും, മലനിരകളിലെ പർവ്വതാരോഹകർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റിൽ അടങ്ങിയ വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ സോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ സസ്യ എണ്ണകൾ, പച്ചക്കറികൾ, നിലക്കടല, ഇതിലൊക്കെ വൈറ്റമിൻ ഇ ധാരാളമായിട്ടുണ്ട്. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വന്ധ്യത, അനീമിയ, ഇതൊക്കെ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗങ്ങളാണ്. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാ? അത് വൈറ്റമിൻ ഇ ആണ്. അടുത്തതാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ എന്നാണ് പറയുന്നത്. വൈറ്റമിൻ കെ
വൈറ്റമിൻ കെ ഫില്ലോ ക്വിനോൺ എന്നാണ് പറയുന്നത്. രക്തം കട്ട പിടിക്കാൻ വൈറ്റമിൻ കെ ആണ് സഹായിക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ, ഇത് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. രക്തം കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ കെ ആണ്. ഓക്കെ, കൊയാഗുലേഷൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. കൊയാഗുലേഷൻ എന്ന് വെച്ചാൽ കട്ടപിടിക്കലിന്റെ പ്രോസസ്സിനെയാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പം കൊയാഗുലേഷൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യം വൈറ്റമിൻ കെ ആണ്. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യം വൈറ്റമിൻ കെ ആണ്. പക്ഷേ കരളിൽ സംഭരിക്കുന്നത് ഏതാ? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു വൈറ്റമിൻ എ ആണ് കരളിൽ സംഭരിക്കുന്നത്. തിരിഞ്ഞുപോയത്. കരളിൽ സ്റ്റോർ ചെയ്യുന്നത് വൈറ്റമിൻ എയും കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യം വൈറ്റമിൻ കെയുമാണ്. വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ചില ബാക്ടീരിയകളുടെയൊക്കെ സഹായത്തോടെ വൻകുടലിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ജനിച്ച ഉടനെ പ്രതിരോധമെന്ന നിലയിൽ വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ കുഞ്ഞുങ്ങൾക്ക്, നവജാത ശിശുക്കൾക്ക് കൊടുക്കാറുണ്ട്. ജനിച്ച ഉടനെ തന്നെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ കെയുടെ ഇഞ്ചക്ഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, കൊയാഗുലേഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ചീര, ക്യാബേജ്, കോളിഫ്ലവർ, ഇതിലൊക്കെ വൈറ്റമിൻ കെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അമിത രക്തസ്രാവമാണ്. ശരീരത്തിൽ വൈറ്റമിൻ കെ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവുന്ന കണ്ടീഷൻ കാണത്തില്ല. ബ്ലഡ് ക്ലോട്ട് ആവില്ല, ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിനെയാണ് അമിത രക്തസ്രാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ കെ ആന്റി ഹെമറേജിക് വൈറ്റമിൻ ആയിട്ട് പറയാം. ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ കെ ആണ്. അടുത്തതാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയെ അസ്കോർബിക് ആസിഡ് എന്നാണ് പറയുന്നത്. അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി, അല്ലെങ്കിൽ അതിനെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് പറയുന്നത്. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ജീവകമാണ് വൈറ്റമിൻ സി. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ജീവകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ സി ആണ്. പ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ് വൈറ്റമിൻ സി. നമ്മളിൽ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഇഷ്ടംപോലെ ഓറഞ്ച്, മൊസംബിയൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ഡോക്ടർ പറയും വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം കഴിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പ്രതിരോധശേഷിക്ക് വേണ്ടത് വൈറ്റമിൻ സി ആണ്. മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി. കൊളാജൻ നിർമ്മാണത്തിനും സഹായിക്കുന്നത് ആരാണ്? വൈറ്റമിൻ സി. അപ്പം പ്രതിരോധശേഷിക്കും മുറിവ് ഉണങ്ങാൻ, കൊളാജൻ നിർമ്മാണത്തിനൊക്കെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി. ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഉള്ള പ്രോട്ടീനാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത്. കൊളാജൻ നിർമ്മാണത്തിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് കൊളാജൻ? ശരീരത്തിൽ കൂടുതലുള്ള പ്രോട്ടീനാണ് കൊളാജൻ. ഇരുമ്പിന്റെ ആഗിരണത്തിന് വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇരുമ്പിന്റെ ആഗിരണത്തിന് വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻസ് ആണ് എ, സി, ഇ, എയ്സ്. വൈറ്റമിൻ എ, സി, ഇ, എയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ നമ്മൾ വൈറ്റമിൻ സി പറഞ്ഞപ്പോൾ വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പച്ചക്കറികൾ മുറിച്ച് കുറേ നേരം വെള്ളത്തിലിട്ടാൽ നഷ്ടപ്പെടും. ഓക്കെ, പച്ചക്കറികൾ മുറിച്ച് കുറേ നേരം വെള്ളത്തിലിട്ടാലോ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ, ആഹാര പദാർത്ഥങ്ങൾ തുറന്നു വെച്ച് വേവിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തോ പറ്റും? ഈ വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നുണ്ട്. അത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നതാണ് വൈറ്റമിൻ ബിയും സിയും. കാരണം നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ബിയും സിയും വാട്ടർ സോല്യുബിൾ. ശരീരത്തിലൂടെ പുറത്തു പോകുന്ന മൂത്രത്തിൽ ഏകദേശം 90% വെള്ളമുണ്ട്. അപ്പം വെള്ളത്തിൽ ലയിക്കുന്നതാണ് ബിയും സിയും. അതുകൊണ്ട് തന്നെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ഏതാണ്? ബിയും സിയുമാണ്. ഇനി ഇതിന്റെ ഉറവിടം അഥവാ സോഴ്സ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി കൂടുതലായിട്ടും നാരങ്ങ, നെല്ലിക്ക, പേരയ്ക്ക, ഓറഞ്ച്, ഇതിലൊക്കെ വൈറ്റമിൻ സി ഒരുപാടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അപര്യാപ്തത രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കർവി. വൈറ്റമിൻ സി വെച്ച് തന്നെ സ്കർവി. നമ്മൾ അത് സംസാരിക്കുമ്പം അതിനെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ സി സ്കർവി ഏകദേശം ഒരു സമാനത തോന്നിക്കുന്നുണ്ട്. വൈറ്റമിൻ സി സ്കർവി അങ്ങനെ ഓർത്തിരുന്നാൽ മതി. വൈറ്റമിൻ സി സ്കർവി എന്താ? നാവികരുടെ പ്ലേഗ് എന്നാണ് പറയുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. PYQ ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. പിന്നെ അനീമിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുമെന്ന്. അപ്പം വൈറ്റമിൻ സി ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുമ്പിന്റെ ആഗിരണം കുറയും. നമ്മുടെ RBCക്ക് ഇരുമ്പൊക്കെ ആവശ്യമാണ്. അപ്പം ഈ കൂട്ടത്തിൽ വരുന്ന ഒരു അപര്യാപ്തത രോഗമാണ് അനീമിയ. സ്കർവി ഉണ്ട്, അനീമിയ ഉണ്ട്. പിന്നെന്താ? മുറിവുണങ്ങാൻ കാലതാമസം എടുക്കും. വൈറ്റമിൻ സി കുറവാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് താമസം എടുക്കും.
അടുത്തത് നമുക്ക് ബി കോംപ്ലക്സുകൾ നോക്കാം. ബി കോംപ്ലക്സുകൾ, അപ്പം എല്ലാ ബി കോംപ്ലക്സ്, ഇപ്പോൾ B1 B2 അങ്ങനെ നമ്മൾ B12 വരെ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. ഊർജ്ജ ഉൽപ്പാദനവും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യവുമാണ്. ഇത് ഞാനിനി റിപ്പീറ്റ് പറയത്തില്ല, കാരണം എല്ലാ ബി കോംപ്ലക്സിനും ഇത് തന്നെയാണ് ഫംഗ്ഷൻ. ഊർജ്ജ ഉൽപ്പാദനം, ബി കോംപ്ലക്സ് എനർജിക്ക് വേണ്ടിയിട്ടും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ബി കോംപ്ലക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ത്വക്കിന് ആവശ്യമാണ്, നമ്മുടെ സ്കിന്നിന് ആവശ്യമാണ്. ബി കോംപ്ലക്സുകളുടെ സോഴ്സുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഇറച്ചി, പാൽ, മുട്ട, ധാന്യങ്ങൾ, ഇതെല്ലാം ബി കോംപ്ലക്സുകൾ കാണും. ഓക്കെ, അങ്ങനെ നോക്കുമ്പം ആദ്യത്തെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. ആദ്യത്തേതാണ് B1. നമ്മൾ തയാമിൻ. അപ്പം തുടങ്ങുന്നത് തയാമിനിൽ നിന്നാണ്. B1 തുടങ്ങുന്നത് തയാമിനിലാണ്. അപ്പം ഊർജ്ജ ഉൽപാദനം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഊർജ്ജ ഉൽപാദനം, നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. പിന്നെ തയാമിനാണല്ലോ, തയാമിൻ കൂടുതലുള്ളത് തവിടിലാണ്. ഓക്കെ, തുടങ്ങുന്നത് തയാമിൻ കൂടുതലുള്ളത് തവിട്. അപ്പോൾ B1 ആണ് തയാമിൻ. തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തേലായിരിക്കുമല്ലോ. അപ്പം തയാമിൻ അത് കൂടുതലുള്ളത് തവിടിൽ അടങ്ങിയിരിക്കുന്നു. മദ്യപാനികളിൽ കുറവുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B1. മദ്യപാനികളിൽ കുറവായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അമിത മദ്യപാനികൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാ? വൈറ്റമിൻ B1 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. B1-നാണ് ബെറിബെറിയുടെ മറ്റൊരു പേരാണ് ഐക്കാണ്ട് എന്നറിയപ്പെടുന്ന രോഗമാണ് ബെറിബെറി. ഓക്കെ, മറ്റൊരു രോഗമാണ് വെർണിക് കോർസക്കോഫ് സിൻഡ്രോം. ഇനിയും മറ്റൊരു ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളയരി അഥവാ പോളിഷ്ഡ് റൈസ്, വെള്ളയരി സ്ഥിരമായി യൂസ് ചെയ്യുന്നവരിൽ വൈറ്റമിൻ B1 ഭയങ്കരമായിട്ട് കുറവായിരിക്കും. ഓക്കെ, കാരണം ഇത് തവിടിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ പോളിഷ്ഡ് റൈസിന് അതിലെ തവിടുകൾ കാണത്തില്ല. അത് തവിടെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് ഈ പോളിഷ്ഡ് റൈസ് വരുന്നത്. അപ്പം അതിൻ്റെ അകത്തിൽ തവിടില്ലാത്തതുകൊണ്ട് തന്നെ തവിടിൽ അടങ്ങിയിട്ടുള്ള B1 ഈ പോളിഷ്ഡ് റൈസിൽ കാണത്തില്ല. അടുത്ത വൈറ്റമിനാണ് B2. ബി കോംപ്ലക്സിൽ അടുത്തതാണ് B2. ആദ്യത്തെയാണ് B1 തയാമിൻ എന്ന് പറഞ്ഞായിരുന്നു. B2 റൈബോഫ്ലാവിൻ അഥവാ ലാക്ടോഫ്ലാവിൻ എന്ന് പറയുമ്പോൾ റൈബോ, അപ്പോൾ രണ്ട് പേര് വരുന്നില്ല, റൈബോഫ്ലാവിൻ. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. B2 ആണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ G എന്നും അറിയപ്പെടുന്നത് റൈബോഫ്ലാവിനെ അഥവാ B2-നെയാണ് G എന്നും അറിയപ്പെടുന്നത്. G എന്നറിയപ്പെടുന്നത് B2-നെയാണ്. പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം ഈ B2 ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലാക്ടോഫ്ലാവിൻ എന്നാണ് പറയുന്നത്. പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം ലാക്ടോഫ്ലാവിനാണ് അഥവാ നമ്മുടെ B2 ആണ്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടമാകും. ഓക്കെ, B2 എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടമാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പാലൊക്കെ കറന്നുകൊണ്ടെന്ന് വെച്ച് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ആ ഒരു ഇളം മഞ്ഞ നിറം കാണാത്തത്, കാരണം ഡയറക്റ്റ് സൂര്യപ്രകാശം വന്ന് അടിക്കുന്നത് കൊണ്ട്. ഇനിയും നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ എഴുതി വെച്ചേക്കുക. മിൽക്കിനകത്തിൽ യെല്ലോ കളറ് ഉണ്ടാവാൻ കാരണം ഉള്ള വിറ്റമിനാണ് വൈറ്റമിൻ B2-ഉം. അതിന് യെല്ലോ കളർ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള പിഗ്മെൻ്റാണ് കെരോട്ടിനോയിഡ്സും. ഓക്കെ, പാലിനകത്തിൽ യെല്ലോ കളർ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള വൈറ്റമിൻ B2-ഉം പിഗ്മെൻറ്റ് കെരോട്ടിനോയിഡുമാണ്. ഇനി പാലിനകത്തിൽ വെള്ള നിറമുണ്ടാവാൻ കാരണമായ പ്രോട്ടീൻ അഥവാ മാംസ്യമാണ് കേസിൻ. മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള വൈറ്റമിൻ B2, മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് കെരോട്ടിനോയിഡ്, വെള്ള നിറത്തിന് വെള്ള മറക്കരുത്, വെള്ള നിറത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടീനാണ് കേസിൻ. വൈറ്റമിൻ B2-ന്റെ അപര്യാപ്തത രോഗങ്ങളാണ് ഈ വായ്പുണ്ണ് അല്ലെങ്കിൽ മജന്ത ടങ്, കൈലോസസ്, ഗ്ലോസൈറ്റിസ്, ഇങ്ങനെയുള്ളതൊക്കെ. പറഞ്ഞായിരുന്നു വൈറ്റമിൻ B2-നെ റൈബോഫ്ലാവിൻ എന്നതാണ് പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങളെ റൈബോഫ്ലാവിനോസിസ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് വൈറ്റമിൻ B3. വൈറ്റമിൻ B3-യെ നിയാസിൻ അല്ലെങ്കിൽ നിയാസിനമൈഡ് അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നൊക്കെയാണ് പറയുന്നത് വൈറ്റമിൻ B3-യെ. പെല്ലാഗ്ര എന്നുള്ളൊരു രോഗമാണ് ഇതിൻ്റെ അപര്യാപ്തത രോഗം. വൈറ്റമിൻ B3-യുടെ ഡെഫിഷ്യൻസി ഡിസോർഡറാണ് പെല്ലാഗ്ര. ഇതിനെ 3D അല്ലെങ്കിൽ 4D സിൻഡ്രോം എന്നാണ് പറയുന്നത്. 3D or 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗമാണ് പെല്ലാഗ്ര. ഇത് നായ്ക്കളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് ബ്ലാക്ക് ടങ്. ഓക്കെ, നായ്ക്കളിൽ ഉണ്ടാക്കുന്ന B3-യുടെ അപര്യാപ്തത രോഗം നായ്ക്കളിൽ ഉണ്ടാക്കുന്നതാണ് ബ്ലാക്ക് ടങ് എന്ന് പറയുന്ന രോഗം. ഓക്കെ, വൈറ്റമിൻ PP എന്നറിയപ്പെടുന്നത് B3 ആണ്. വൈറ്റമിൻ PP എന്താണെന്ന് വെച്ചാൽ പെല്ലാഗ്ര പ്രിവെൻറ്റിംഗ്. വൈറ്റമിൻ PP എന്നറിയപ്പെടുന്നത് B3 ആണ്. കാരണം
B3യുടെ ഡെഫിഷ്യൻസിയാണ് പെല്ലാഗ്ര. അപ്പം PP പെല്ലാഗ്ര പ്രിവെൻറ്റിംഗ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. അടുത്തതാണ് വൈറ്റമിൻ B5. B5നെ പാൻഡോതെനിക് ആസിഡ് എന്നാണ് പറയുന്നത്. പാൻഡോതെനിക് ആസിഡ്. ഓക്കെ, പാൻഡോ നമ്മൾ പറയും പെൻഡ 5 എന്ന് പറയും. ആ ഒരു രീതിക്ക് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പാൻഡോതെനിക് ആസിഡ് 5 വൈറ്റമിൻ B5 എന്ന് ഓർക്കാം. ഓക്കെ, വൈറ്റമിൻ B5ൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡറാണ് പരിസ്ഥീഷ്യ എന്ന് പറയും. പരിസ്ഥീഷ്യ എന്ന് പറയും. ഓക്കെ, വൈറ്റമിൻ B5നെ ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നാണ് പറയപ്പെടുന്നത്. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ അറിയപ്പെടുന്നത് വൈറ്റമിൻ B5 ആണ്. അടുത്താണ് വൈറ്റമിൻ B6. വൈറ്റമിൻ B6നെ പിരിഡോക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. പിരിഡോക്സിൻ RBCയുടെ നിർമ്മാണത്തിന് വൈറ്റമിൻ B6 സഹായിക്കുന്നുണ്ട്. RBCയുടെ നിർമ്മാണത്തിന് വൈറ്റമിൻ B6 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡറാണ് മൈക്രോസൈറ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBCയുടെ സൈസ് ചെറുതാവുന്നതിനെയാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B7. വൈറ്റമിൻ B7നെ ബയോട്ടിൻ എന്നാണ് പറയുന്നത്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ B7 ആണ് വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെർമറ്റൈറ്റിസ്, ഹെയർ ഫോള്, മുടിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B7. അതുകൊണ്ട് തന്നെ ഹെയർ ഫോളിന് കാരണം വൈറ്റമിൻ B7ൻ്റെ ഡെഫിഷ്യൻസിയാണ്. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നതാണ് വൈറ്റമിൻ B7. ഓക്കെ, എയ്ഡ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന ടെസ്റ്റാണ് എലീസ. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് B7 ആണ്. വൈറ്റമിൻ B7 നമുക്ക് ബയോട്ടിൻ എന്ന് പറയാം. അത് വെച്ചിട്ട് നമുക്ക് വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B7 ആണെന്ന് പറയാം. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത് വൈറ്റമിൻ B7 ആണെന്ന് പറയാം. അടുത്തതാണ് വൈറ്റമിൻ B9. B9നെ ഫോളിക് ആസിഡ്. നമുക്കറിയാം 9 മാസമാണ് നമ്മൾ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. അപ്പം പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ കഴിക്കുന്ന ഗുളികയാണ് ഫോളിക് ആസിഡ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വൈറ്റമിൻ B9നെ ഫോളിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഫോളിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇതും RBCയുടെ നിർമ്മാണത്തിന് വൈറ്റമിൻ B9 സഹായിക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ നാഡീവ്യവസ്ഥ രൂപീകരണത്തിന് വൈറ്റമിൻ B9 സഹായിക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ നാഡീവ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B9. ഇതിനെ വൈറ്റമിൻ M എന്നറിയപ്പെടും. M. ഓക്കെ, മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് ഇതിൻ്റെ അപര്യാപ്തത രോഗം. മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് വൈറ്റമിൻ B9ൻ്റെ അപര്യാപ്തത രോഗം. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 അതിനെ സൈനോകൊബാലമിൻ എന്നാണ് പറയപ്പെടുന്നത്. വൈറ്റമിൻ B12. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുമാതിരി വല്ലാത്ത ഒരു വലിയൊരു പേരാണ്. സൈനോകൊബാലമിൻ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, സൈനോകൊബാലമിനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ അതിൽ കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതും ഇരുമ്പിൻ്റെ ആകിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12. ഇരുമ്പിൻ്റെ ആകിരണത്തിന് സഹായിക്കുന്ന മറ്റൊരു വൈറ്റമിൻ ആയിരുന്നു വൈറ്റമിൻ C. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സിയും വൈറ്റമിൻ B12. അപ്പം വൈറ്റമിൻ സിയും വൈറ്റമിൻ B12 ഇരുമ്പിൻ്റെ ആകിരണത്തിന് സഹായിക്കുന്നുണ്ട്. ഇത് ഡൈജഷന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12. സയനൈഡ് വിഷബാധയ്ക്കെതിരെ കൊടുക്കുന്നതാണ് വൈറ്റമിൻ B12. അതാണ് സയനോ, പേരിൽ തന്നെ ഉണ്ട് സയനോ. സയനൈഡ് വിഷബാധയ്ക്കെതിരെ നൽകുന്നതാണ് വൈറ്റമിൻ B12. ഇത് പ്ലാന്റ്സിൽ കാണുന്ന ഒരു വൈറ്റമിൻ അല്ല. പ്ലാന്റ്സിന് തീരെയില്ല. ആനിമൽസിൽ മാത്രമുള്ള ഒരു വൈറ്റമിനാണ് ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ തീരെയില്ല. ഓക്കെ, മഴവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ B12 ആണ്. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ B12ൻ്റെയാണ് പെർനീഷ്യസ് അനീമിയ. ഇനി നമ്മൾ അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടെ നോക്കുകയാണെങ്കിൽ RBCയുടെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ E, B6, B9, B12. RBCയുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ E കൂടാതെ B6, B9, B12. വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ Kയും B7ഉം B12ഉം. വൈറ്റമിൻ K, വൈറ്റമിൻ B7, വൈറ്റമിൻ B12. അങ്ങനെ നമ്മൾ വൈറ്റമിൻസ് എന്നുള്ളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇനി ഇട്ടേക്കാം. അതുവരെ ടാറ്റാ ബൈ ബൈ.